നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വെടിനിർത്തലിന് മുൻപ് ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേലിന്റെ അവസാനവട്ട തയ്യാറെടുപ്പ്. ഖാൻ യൂനിസ് ഗാസയിലെ ഗാസ സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പട്ടണം. അതുമാത്രവുമല്ല, ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രധാനമായ ഗാസ സിറ്റിയെ പൂർണ്ണമായും ബോംബിട്ട് തകർക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം. ഗാസ സിറ്റിയുടെ പ്രധാന പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാലസ്തീനികളോട് ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഖാൻ യൂനിസിനെ കേന്ദ്രീകരിച്ചാണ് വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ 10-15 ദിവസങ്ങളായി ഇസ്രായേൽ സേന നടത്തി വന്നത്. തെക്കൻ ഗാസയിലെ പ്രധാന പട്ടണമാണ് ഖാൻ യൂനിസ്. ഹമാസിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഓഫീസുകൾ സ്ഥിതി ചെയ്തിരുന്ന ഇടം. എന്നാൽ അവിടെ വലിയ റെയ്ഡുകൾ നടത്തുകയായിരുന്നു ഇസ്രായേൽ സേന ഇതുവരെ ചെയ്തു വന്നത്. ഖാൻ യൂനിസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസിന്റെ കെട്ടിടങ്ങൾക്കുള്ളിൽ കടന്നുകയറുക, ആ കെട്ടിടങ്ങൾക്കുള്ളിലെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ റെയ്ഡ് നടത്തുക, അവിടെയുള്ള ഹമാസിന്റെ ഭീകരവാദ നേതാക്കളെ ജീവനോടെ പിടികൂടുക, ഇതായിരുന്നു ഇസ്രായേൽ സേന ലക്ഷ്യമിട്ടത്. എന്നാൽ ചെറിയ തിരിച്ചടി അവിടെ ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരിച്ചടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ സേന തോക്കുകളുമായി ഖാൻ യൂനിസിനകത്തേക്ക് അല്ലെങ്കിൽ അതിന് ഉള്ളിലുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കടന്നു കയറുന്നു. റെയ്ഡിനും നേരിട്ടുള്ള ആക്രമണങ്ങൾക്കുമായി കടന്നു കയറുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ഹമാസിന്റെ ഭീകരവാദികൾ ആ കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവിടെ ചാവേർ ബോംബുകൾ സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ ഈ റെയ്ഡുകൾക്കായി ഇസ്രായേൽ സേന കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ബോംബുകൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ സ്ഫോടനങ്ങൾ നടത്തി, ചതിയിലൂടെ സ്ഫോടനങ്ങൾ നടത്തിയാണ് നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതുവരെ യുദ്ധം ആരംഭിച്ച് ഇപ്പോൾ 76 ദിവസം പിന്നിടുമ്പോൾ 131 ഇസ്രായേലി സൈനികർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷം സൈനികരും നേരിട്ടുള്ള ആക്രമണത്തിലോ ഹമാസിന്റെ വെടിയേറ്റോ അല്ല കൊല്ലപ്പെട്ടത്, മറിച്ച് ഖാൻ യൂനിസ് അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരം തിരച്ചിലുകൾ നടത്തുമ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ബോംബുകൾ പൊട്ടിത്തെറിച്ച് അവിടെ നിന്നുള്ള സ്ഫോടനങ്ങളിലൊക്കെയാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചാവേർ ബോംബുകൾ, ചാവേർ ആക്രമണങ്ങളൊക്കെ തന്നെ ഈ ഖാൻ യൂനിസിലെ അവശേഷിക്കുന്ന കെട്ടിടങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ സേന. അതുകൊണ്ട് തന്നെ ഇനി നേരിട്ടുള്ള ഒരു ആക്രമണം വേണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ ഇസ്രായേൽ സേന ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നേരിട്ടുള്ള ഒരു ആക്രമണം വേണ്ട എന്നൊരു തീരുമാനം ഇസ്രായേലി സേന കൈക്കൊണ്ടിരിക്കുന്നു. ഖാൻ യൂനിസിനെ പൂർണ്ണമായും തകർക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ സേന എത്തിയിരിക്കുന്നു. ഇവിടത്തെ കെട്ടിടങ്ങളിലും വീടുകളിലും ബോംബുകളും ആയുധശേഖരവും കണ്ട സാഹചര്യത്തിൽ കൂടിയാണിത്. വീടുകൾക്കുള്ളിലെ ചാവേർ ബോംബുകൾ ഉള്ളതിനാൽ ഇസ്രായേൽ സൈന്യം റെയ്ഡുകൾ നിർത്തി കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുകയാണ്. ഇപ്പോൾ മധ്യ ദക്ഷിണ ഖാൻ യൂനിസിന്റെ പ്രധാന പ്രദേശങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ സേന ഇതിനകം തന്നെ ഉത്തരവ് നൽകിയിട്ടുണ്ട്. വ്യാപകമായ പട്ടിണിയും കുടിയൊഴിപ്പിക്കലും കാരണം ഗാസയിൽ വലിയ മാനുഷിക ഇടപെടലുകൾ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നടപടി. ഖാൻ യൂനിസ് എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായി ഹമാസിന് പ്രാധാന്യമുള്ള, പാലസ്തീന് വലിയ പ്രാധാന്യമുള്ള ഒരിടമാണ്. ഖാൻ യൂനിസ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രവുമാണ്. ആ ഖാൻ യൂനിസിനെ പൂർണ്ണമായും തച്ചു തകർക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയ്ക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇനി ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഖാൻ യൂനിസിലെ അപകടങ്ങൾ പതിയിരിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കയറി ഇനി റെയ്ഡുകൾ തുടരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഒറ്റ ലക്ഷ്യം മാത്രമാണ്, കനത്ത ബോംബിങ്ങിലൂടെ, കനത്ത റോക്കറ്റ് ആക്രമണത്തിലൂടെ ഖാൻ യൂനിസിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ പൂർണ്ണമായും തച്ചു തകർക്കുക. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ കെട്ടിടങ്ങൾക്ക് സമീപത്ത് സിവിലിയന്മാർ, അതായത് പാലസ്തീനികൾ താമസിക്കുന്ന ഒരുപാട് ഇടങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ മരണസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായിരിക്കാം. പക്ഷേ ഇസ്രായേൽ സേന അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കനത്ത വ്യോമാക്രമണത്തിലൂടെ, കനത്ത പീരങ്കി ആക്രമണത്തിലൂടെ ഖാൻ യൂനിസിനെ പൂർണ്ണമായും തച്ചു തകർക്കുകയാണ് ഇനി ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത്. ഹമാസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. വെടിനിർത്തൽ കരാർ ഏത് നിമിഷവും പ്രാബല്യത്തിൽ വരാമെന്നുള്ളൊരു ചിന്ത ഇസ്രായേലിനുണ്ട്. കാരണം UN അതിനുവേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മേൽ നടത്തുന്നുണ്ട്.
അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഈ രാജ്യങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ചില സാഹചര്യത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടാകുമെന്ന് ഇസ്രായേലിന് കൃത്യമായി തിരിച്ചറിയാം. എന്നാൽ ആ വെടിനിർത്തൽ കരാറ് പരമാവധി നീട്ടിവെക്കുക, വെടിനിർത്തൽ പരമാവധി വൈകിപ്പിക്കുക, അതിനിടയിൽ പരമാവധി ഹമാസിന്റെ തീവ്രവാദികളെ കൊന്നൊടുക്കുക, വളരെ ശക്തമായ ആക്രമണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണം, നിരന്തരമായിട്ടുള്ള ആക്രമണം, ആ ആക്രമണത്തിലൂടെ തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം, തിരിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഹമാസിനെ തച്ചു തകർത്ത് നശിപ്പിക്കുക. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിലെ ഹമാസിന്റെ 290ഓളം ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കനത്ത പോരാട്ടം തുടരുകയാണെന്ന് IDF പറയുന്നു. ഗാസ സിറ്റിയിലെ ജബാലിയയിൽ സിവിലിയന്മാർ അഭയം പ്രാപിച്ച സ്കൂളിൽ നിന്നും വലിയ ആയുധശേഖരം പിടിച്ചെടുത്തു. റോക്കറ്റ്, മോട്ടോർ ഷെല്ലുകൾ, തോക്കുകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പള്ളികൾ കേന്ദ്രീകരിച്ചും അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പ്രാഥമിക വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പ്രധാനമായും ഗാസയിൽ ആയുധശേഖരം ഹമാസ് സൂക്ഷിക്കുന്നത്. ഈ ആശുപത്രികളുടെയൊക്കെ അടിത്തറകൾ, നിലവറകൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു എന്നതിന്റെ പ്രധാന തെളിവുകളും ഇപ്പോൾ പുറത്തു വരികയാണ്.